ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ദൈവത്തിന് സ്തുതി. നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്ന തിരുവചന ഭാഗത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങയുടെ തിരുവചനത്തിൻ്റെ സമൃദ്ധിയാൽ ഈ വചനം ശ്രവിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ജീവദായകമായ അങ്ങയുടെ വചനം ഞങ്ങളിൽ ഫലമണിയുവാനായിട്ട് അവിടുന്ന് അനുവദിക്കണമേ. പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായി ഈ വചന ശ്രവണ ശുശ്രൂഷയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മളിന്ന് ധ്യാനിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 3 മുതലുള്ള തിരുവചനങ്ങളാണ്. വചനം ഇപ്രകാരമാണ് അവിടെ പറയുന്നത്: വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറേ വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അത് തിന്നു. ചിലത് മണ്ണ് അധികമില്ലാത്ത പാറമേൽ വീണു. മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. സൂര്യനുദിച്ചപ്പോൾ അത് വെയിലേറ്റു വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഒരു നല്ല വിതക്കാരൻ വിത്ത് വിതയ്ക്കുന്നതിനെക്കുറിച്ചുള്ള പരാമർശമാണ് ഈ തിരുവചന ഭാഗത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ഈ ഉപമയുടെ വ്യാഖ്യാനം തൊട്ട് താഴെയുള്ള വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 18 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങളിൽ വിത്ത് ദൈവമാണ്. ദൈവം വിതച്ച വിത്ത്, വിതയ്ക്കുന്ന ആ സ്ഥലം മനുഷ്യൻ്റെ ഹൃദയം. വിത്ത് പതിക്കുന്ന സ്ഥലം വിത്തിൻ്റെ വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന് നമുക്കറിയാം. വചനം വളർന്നു വരാൻ മനുഷ്യ ഹൃദയങ്ങളിൽ ഈ നല്ല കൃഷിക്കാരൻ അവിടുത്തെ വചനമാകുന്ന വിത്ത് വിതയ്ക്കുകയാണ്. സ്വീകരിക്കുന്ന വചനം ഹൃദയത്തിൽ നിലനിൽക്കുവാൻ, വിതയ്ക്കപ്പെടുന്ന ആ വിത്ത് നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കുവാൻ ഈ കൃഷിക്കാരൻ ഏറെ ആശിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ വചനത്തിൽ നമ്മൾ കാണുകയാണ്, വിത്ത് വിതച്ചപ്പോൾ വിത്തുകളിൽ കുറേ വഴിയരികിൽ വീണു. ഈ വിത്തുകളെല്ലാം 8 നല്ല വിത്തുകൾ മനോഹരമായി അതിനെ മുളപ്പിച്ച് വിതയ്ക്കാൻ പാകമാക്കിയപ്പോഴാണ് വിത്ത് വിതയ്ക്കുന്നത്. ഈ വിത്ത് വിതയ്ക്കുന്ന യജമാനന് ഈ വിത്തിനെക്കുറിച്ച് നല്ലൊരു പ്രതീക്ഷയുണ്ട്. നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കും. തൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഈ വിത്തുകളെല്ലാം മുളച്ചു പൊങ്ങും. അങ്ങനെ ഒരു നല്ല ഒരു പദ്ധതിയും ഒരാശയും നല്ലൊരു വിശ്വാസവുമാണ് ഈ വിത്ത് വിതയ്ക്കുന്ന യജമാനന് ഈ വിത്തിനെക്കുറിച്ചുള്ളത്. അപ്പോൾ യജമാനൻ വിത്ത് വിതയ്ക്കുകയാണ്. ഈ കൃഷിക്കാരൻ, ദൈവമാകുന്ന ഈ കൃഷിക്കാരൻ വിത്ത് വിതയ്ക്കുകയാണ്. വിത്ത് വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു എന്ന് നമ്മൾ 4-ാമത്തെ തിരുവചനത്തിൽ കാണുന്നുണ്ട്. ചിലത് വഴിയരികിൽ വീണു. നമുക്കറിയാം, ഒരു വഴി സ്ഥിരമായി നടക്കുന്ന ഒരു വഴിയാണെങ്കിൽ, മനുഷ്യർ നടക്കുന്ന ഒരു വഴിയാണെങ്കിൽ അത് നടന്ന് വഴി തറഞ്ഞിരിക്കും. അപ്പോൾ അതിന് ആ മണ്ണിനൊരു ഇളക്കമില്ലാത്തത് കൊണ്ടും ഒരുക്കമില്ലാത്തത് കൊണ്ടും വിതറപ്പെടുന്ന വിത്ത് ആഴങ്ങളിലേക്ക് പോകില്ല. അപ്പം ആഴങ്ങളിലേക്ക് ഇറങ്ങാത്തിടത്തോളം കാലം അതിന് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ഈ ലോകത്തിൻ്റെ വ്യഗ്രതകളും പാപങ്ങളും ബന്ധനങ്ങളുമാകുന്ന ഒരു നടപ്പാതയുണ്ടോ എന്ന് ഈ തിരുവചനം വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. എൻ്റെ ഹൃദയങ്ങളിൽ, എൻ്റെ ചിന്തകളിൽ, എൻ്റെ ബുദ്ധിയിൽ പലരും കയറി ഇറങ്ങി നടക്കുന്ന സ്ഥിരമായൊരു നടപ്പാതയാണ് എൻ്റെ കൊച്ചു ഹൃദയമെങ്കിൽ ഈ വചനമാകുന്ന വിത്ത് ഈ യജമാനൻ എൻ്റെ ഹൃദയത്തിലേക്ക് വിതയ്ക്കുമ്പോൾ അത് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോവുകയില്ല. അപ്പം നമുക്കറിയാം, വഴിയരികിൽ അങ്ങനെ വിതയ്ക്കപ്പെട്ട ഈ വീഴുന്ന ഈ വിത്ത് അത് പക്ഷികൾക്ക് കൊത്തി തിന്നാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പം പക്ഷികൾ കൊത്തി തിന്നു കഴിയുമ്പോൾ നമുക്കൊരു കാര്യം അവിടെ മനസ്സിലാക്കും, യജമാനൻ ഈ വിത്തിൽ അർപ്പിച്ചിരുന്ന ആ ഒരു വിശ്വാസം യജമാനൻ അവിടെ നഷ്ടമാവുകയാണ്. ഫലം തരുമെന്നുള്ളതായിരുന്നു യജമാനൻ്റെ ഒരു കണക്ക് കൂട്ടൽ. പക്ഷേ ആ കണക്ക് കൂട്ടലുകൾ അവിടെ തെറ്റുകയാണ്.
അപ്പം മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 22:14 പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, വിളിക്കപ്പെട്ടവർ ചുരുക്കമാണ്, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ കർത്താവ് ആ വചനത്തെക്കുറിച്ച് അവിടെ പറയുകയാണ്. വിതയ്ക്കപ്പെട്ട ഈ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ ഫലമണിയണം എന്നുള്ളതാണ് യജമാനൻ നമ്മളെ നോക്കി ആശിക്കുന്നതും ആഗ്രഹിക്കുന്നതും. അതിന് നല്ല ഒരു നിലം ഒരുക്കപ്പെടണം, ഹൃദയമാകുന്ന നല്ല നിലം ഒതുക്കപ്പെടണം. ഈ വിതച്ച വിത്തിനെക്കുറിച്ച് പറയുമ്പോൾ ആ ഏറ്റവും നല്ല വിത്തുകളാണ് യജമാനൻ വിതച്ചത്, ഏറ്റവും നല്ല വിത്തുകൾ. അപ്പം ഈ വിത്ത് യജമാനൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഫലം തരാതാകുമ്പോൾ അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഈ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്ന ഒരു അപ്പച്ചൻ പങ്കുവച്ചൊരു കാര്യം സിസ്റ്റർ ഓർക്കുകയാണ്. അപ്പച്ചൻ പറഞ്ഞു, സിസ്റ്റർ എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. എല്ലാ സുഖവും സൗകര്യങ്ങളും അവർക്ക് നൽകിക്കൊണ്ട് നല്ല വിദ്യാഭ്യാസം നൽകി അവരെ സ്നേഹിച്ച് വളർത്തി വലുതാക്കി. എന്നാൽ മൂത്ത കുഞ്ഞിനെ തൻ്റെ വിവാഹപ്രായം എത്തിക്കഴിഞ്ഞപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് പറഞ്ഞയക്കാനായിട്ടുള്ള ആലോചനകൾ വന്ന് സ്വീകരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ മോള് അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച ഞാൻ ഒരാളുമായിട്ടൊരു പ്രേമബന്ധത്തിലാണ്, ഒരു സ്നേഹബന്ധത്തിലാണ്, അതുകൊണ്ട് ആ ആളെ എനിക്ക് വിവാഹം കഴിപ്പിച്ച് തരണം. അപ്പച്ചനത് ഷോക്കായി, ചോദിച്ചു ആരാണ് ആള്? അപ്പം പറഞ്ഞു, നമ്മുടെ മതത്തിൽപ്പെട്ട ഒരാളല്ല, അക്രൈസ്തവനായ ഒരാളാണ്. അപ്പച്ചൻ ഉടനെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് സിസ്റ്റേ, അത് കേട്ടപ്പം എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. ഞാൻ ഏറ്റവും മനോഹരമായ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ജീവിതത്തിലൂടെ വിശ്വാസം നൽകി, വിദ്യാഭ്യാസം നൽകി എൻ്റെ മോളെ ഞാനിങ്ങനെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് എൻ്റെ മനസ്സിലൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, നല്ലൊരു നിലയിൽ എൻ്റെ മോളെ കെട്ടിച്ചു വിടണം, നല്ലൊരു ജീവിത ശൈലി അവളിൽ രൂപപ്പെടണം. ബാല്യം മുതലേ ഈശോയെയും കൊടുത്താണ് വളർത്തിയത്. അപ്പച്ചൻ പറഞ്ഞു, സിസ്റ്റർ എനിക്കത് സഹിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പം വഴിയരികിൽ വീണ വിത്ത് പോലെ എൻ്റെ മോള് ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് കരഞ്ഞ അപ്പച്ചനെ സിസ്റ്റർ ഓർക്കുകയാണ്. സഹോദരങ്ങളെ, ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ വഴിയരികിൽ വീണുന്ന ഈ വിത്ത് പക്ഷികൾ വന്ന് കൊത്തി തിന്നുകയാണ്. അപ്പം ഹൃദയത്തിൻ്റെ നിലങ്ങൾ ഒരുക്കപ്പെടുന്നില്ലെങ്കിൽ കേൾക്കുന്ന വചനം, വിതയ്ക്കപ്പെടുന്ന വചനം നമ്മളിൽ ഫലമില്ലാതെ ഫലം ചൂടാതെ പോവുകയാണ്. ഇനി വീണ്ടും അടുത്ത വിത്തിനെ കുറിച്ചുകൂടെ പറയുകയാണ്. ചിലത് മണ്ണ് അധികമില്ലാത്ത പാറമേൽ വീണു, മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. ചില മനുഷ്യരങ്ങനെയാണ്, വചനം കേൾക്കും, വളരെ പെട്ടെന്നൊരു ആഗ്രഹം തോന്നും, വളരെ പെട്ടെന്നൊരു അഭിനിവേശമായി, പിന്നെ വളരെ സ്പീഡിൽ അവർ ഇതാ ദൈവരാജ്യം ഞാൻ വിതറാൻ പോകുന്നു എന്ന് പറഞ്ഞ് വീട് വിട്ട് കുഞ്ഞുങ്ങളെ വിട്ട് ജീവിത പങ്കാളിയെ വിട്ട് ഇറങ്ങുന്നവരെ കണ്ടിട്ടുണ്ട്. അതൊരു ഒരു ഒരു പെട്ടെന്നുള്ള ഒരു തീവ്രമായ ആഗ്രഹത്തിലേക്ക് ഇറങ്ങുന്നു. അതാ നിമിഷ നേരം കൊണ്ട് തന്നെ തീരുകയാണ്. അല്ലെങ്കിൽ 1 മാസം 2 മാസം 3 മാസമൊക്കെ അതിൻ്റെ ഒരു കാലാവധി കാണുന്നുള്ളൂ. ഈ ധ്യാനകേന്ദ്രത്തിലൊക്കെ ഒരുപാട് ആൾക്കാർ എല്ലാ ആഴ്ചയിലും ധ്യാനിക്കാറുണ്ട്, NRC കുളത്തുവയിൽ ധ്യാനകേന്ദ്രത്തിൽ. അപ്പോൾ അവിടെ കണ്ടുവരുന്ന ഒരു പതിവാണ്, ഒത്തിരി തീഷ്ണതയോടുകൂടി നിന്നതാ സിസ്റ്ററെ, എനിക്കിപ്പം എൻ്റെ തീഷ്ണതയെല്ലാം പോയി, എനിക്ക് വചനത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കുന്നില്ല, വേണ്ടത്ര ഒരുക്കത്തോടുകൂടെ എനിക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, എല്ലാം ഇങ്ങനെ കെട്ടടഞ്ഞു പോയി എന്ന് ഷെയർ ചെയ്യുന്ന മനുഷ്യരെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിവിടെ വചനം പറയുകയാണ്, അധികം ആഴമില്ലാത്ത ആ ഒരു അവസ്ഥയിൽ വിതയ്ക്കപ്പെട്ടു വചനം. അതുകൊണ്ട് എന്ത് ചെയ്യും, അത് വളരെ പെട്ടെന്ന് മണ്ണിന് ആഴമില്ലാത്തത് കൊണ്ട്, ഹൃദയത്തിന് ആഴമില്ലാത്തത് കൊണ്ട് അത് വളരെ പെട്ടെന്ന് തീരുകയാണ്. പാറപ്പുറത്ത് വിതച്ച വിത്ത് നമുക്കറിയാം, അത് കരിഞ്ഞു പോകത്തേ ഉള്ളൂ. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ ഈ വിതയ്ക്കപ്പെട്ട വചനം പാറപ്പുറത്ത് വിതയ്ക്കപ്പെട്ട വചനം പോലെയാണ്. ആഴമില്ല, ആഴതലത്തിൽ വിശ്വാസമില്ല. ആഴതലത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് ഈ വചനത്തെ, ഈ നല്ല വിത്തിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല. അതിനെക്കുറിച്ച് വചനം പറയുകയാണ്, സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. നമുക്ക് ജീവിത പ്രശ്നങ്ങളുടെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയാണ്. വേര് ആഴങ്ങളിലേക്ക് പോകാത്തത് കൊണ്ട് തളർന്നു വീഴുന്നു. ഒരുപാട് വർഷത്തെ പ്രാർത്ഥനയും അധ്വാനവും ഒക്കെ കൊണ്ട് ഒരു സഹോദരൻ ഒരു വീട് പണിത് അതിൽ കയറി താമസം ആരംഭിച്ചു. ചേട്ടൻ പറയുകയാണ്, സിസ്റ്ററെ, ഈ കഴിഞ്ഞ മഴക്കാലത്ത് ഒരു ഇടിയിൽ എൻ്റെ വീടിൻ്റെ ഭിത്തി വിണ്ട് ഒരു ഭാഗം ഇങ്ങനെ വീഴാറായിരിക്കുകയാണ്.
അദ്ദേഹം ഷെയർ ചെയ്തു, എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു, എനിക്ക് ഈ ഒരു വലിയ ഒരു ബുദ്ധിമുട്ട് ഏറ്റെടുക്കാനായിട്ട് വിഷമമുണ്ട് സിസ്റ്റർ. ഒരുപാട് സ്വപ്നങ്ങളും ആശകളും ഉണ്ടായിരുന്നു. പറയുകയാണ്, എനിക്ക് ദൈവത്തിലുള്ള വിശ്വാസം പോലും പോയ പോലെ ആയിന്ന്. നമുക്ക് ഏത് രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാലും ആഴതലത്തിൽ നമുക്ക് വിശ്വാസത്തിൻ്റെ വചനത്തിൻ്റെ അഭിഷേകമുണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള കൊടുങ്കാറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായി ആഞ്ഞടിച്ചാലും നമ്മൾ തളരുകയില്ല, തകർന്നു പോകുകയില്ല. കുടുംബജീവിതത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ സമൂഹ ജീവിതത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ, അതല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കുമുണ്ട് ജീവിതത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും. പക്ഷേ കൂടുതൽ വിശ്വാസമുള്ള ഒരാൾ, ദൈവത്തിൽ കൂടുതൽ ആശ്രയം വയ്ക്കുന്ന ഒരു വ്യക്തിക്ക് എന്തുമാത്രം പ്രതിസന്ധികൾ പുറകെ വന്നാലും തളരുകയില്ല. പ്രതിസന്ധികൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ അവിടെ പിടിച്ചു നിന്ന് ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് വിശ്വാസമുള്ള ഒരാൾക്ക് മാത്രം സാധ്യതമാകുന്ന ഒരു കാര്യമാണ്. അടുത്ത വചനം പറയുകയാണ്, വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു, മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും പ്രാരാബ്ധങ്ങളും വന്നു കഴിയുമ്പോൾ ഞെരുക്കപ്പെടുകയാണ്. അത് ഈ ഞെരുക്കപ്പെട്ട് കഴിയുമ്പോൾ വചനത്തിന് അവിടെ നിലനിൽപ്പില്ല. ഈ വിത്തിനെ ഞെരുക്കിക്കളയുകയാണ് മുള്ളുകൾ. അതുകൊണ്ട് ഈ വിത്തിന് പുറത്തേക്ക് വരാനായിട്ട്, ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങൾ നമ്മളെ ഞെരുക്കും. ഈ ലോകത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്, നിശ്ചയമായിട്ടും ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങൾ നമ്മളെ ഞെരുക്കും. ഈ ഞെരുക്കപ്പെടലിൽ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട്, രക്ഷപ്പെടാനായിട്ട് സാധിക്കണമെങ്കിൽ വചനമാകുന്ന ഈ ആയുധം, വിതയ്ക്കപ്പെട്ട ഈ വചനത്തിൻ്റെ ശക്തി നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു കൊച്ചു കെടാവിളക്കായിട്ട് ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും നമ്മളെ അമുക്കിക്കളയല. അതുകൊണ്ട് ഇവിടെ തിരുവചനം വളരെ കൃത്യമായിട്ട് പറയുകയാണ്, അത് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഇളകിപ്പോകാതിരിക്കാനായിട്ട് നീ ഉറപ്പുള്ള ഒരു വ്യക്തിത്വമായിരിക്കണം, ഉറപ്പുള്ള പ്രത്യാശയുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിരിക്കണം നീ. അടുത്ത വചനത്തിലേക്ക് നമ്മൾ കാണുകയാണ്, എന്നാൽ വേറെ ചിലത് നല്ല നിലത്ത് വീണു. നല്ല നിലത്ത് വീഴുന്നതിനെക്കുറിച്ച് ഇവിടെ വചനം പറയുക, അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. അപ്പം ചിലത്, ഈ വിതച്ച വിത്തിൽ ചിലത് മാത്രമാണ് നല്ല നിലത്ത് വീണത്. അപ്പം ഈ യജമാനന് എല്ലാ വിത്തിനെക്കുറിച്ചും നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. യജമാനൻ അറിയാം, വിതയ്ക്കുന്ന ഒരു കൃഷിക്കാരനറിയാം എല്ലാ വിത്തും ഒരുപോലെ ഫലം തരില്ലെന്ന്. പക്ഷേ അങ്ങ് വിശ്വാസം ആ വിത്തിലേക്ക് അർപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഫലം പുറപ്പെടുവിക്കുകയാണെന്ന് അറിയാമായിട്ടും വിശ്വസിക്കുന്ന ഒരു നല്ല വിതക്കാരൻ നമ്മുടെ മുൻപിൽ യേശു ക്രിസ്തു നിൽക്കുകയാണ്. എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച് കൃത്യമായി യേശുവിനറിയാം, വ്യക്തമായി യേശുവിനറിയാം. നമ്മൾ എത്രമാത്രം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്, എത്രമാത്രം അവിടുത്തോട് ചേർന്നാണ് നിൽക്കുന്നത്. ഞാനൊരു നല്ല വിത്താണോ? എൻ്റെ ഫലം അനേകരിലേക്ക് പോകുവാനായിട്ട് എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ സാധ്യതമാക്കുന്നുണ്ടോ? ആ കൃഷിക്കാരന് നല്ല രീതിയിൽ അറിയാം. ഈ തിരുവചന ഭാഗം വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലേക്ക് വരുന്നത് അതിതാണ്. ഇത് ശരിക്കും വചനപ്രഘോഷകർക്കുള്ള, സുവിശേഷ വേല ചെയ്യുന്നവർക്കുള്ള ഒരു പ്രോത്സാഹനം കൂടിയാണെന്ന് തോന്നിപ്പോവും. ഇപ്പം ഒരുപാട് മക്കളൊക്കെ ഇരുന്ന് ഒരേ വേദിയിൽ, ഒരേ ധ്യാന കേന്ദ്രത്തിലിരുന്ന് ധ്യാനിക്കുമ്പോൾ ഒരേ വചനമാണ് എല്ലാവരോടും പറയുന്നത്. ഒരേ വചനമാണ് ഇരിക്കുന്ന 100 പേരോ അല്ലെങ്കിൽ 150 പേരോ 1000 പേരോ കേൾക്കുന്ന ഒരേ വചനമാണ്. പക്ഷേ അവരോരോരുത്തരും കേൾക്കുന്ന ആ വചനം അവരുടേതായ ജീവിത സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ രീതിയിലാണ് അവർ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത്. കുറേയൊക്കെ പാറപ്പുറത്ത് വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ കൃഷിക്കാരൻ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. കുറേ വിത്തുകൾ മുൾച്ചെടികൾക്ക് ഉള്ളിൽ വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട്. വേറെ ചില വിത്തോ മണ്ണ് ആഴമില്ലാത്ത തരിശായ ആ ഭൂമിയിൽ വീഴാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ
എങ്ങനെ വീണാലും, ഏത് സ്ഥലത്ത് വീണാലും, ഏത് സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിൽ വീണാലും ചിലത് നല്ല ഫലം പുറപ്പെടുവിക്കുമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന, ശുശ്രൂഷാവേദികളിൽ നിൽക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ശുശ്രൂഷകൾ കൊണ്ട് ഫലമില്ല എന്ന് നമ്മൾ ഒരു മനക്ലേശം തോന്നി ശുശ്രൂഷാ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് മാറരുത്. എന്നാൽ പിന്നെ ഞാനിതങ്ങ് നിർത്തി വേറൊരു ലൈഫ് സ്റ്റൈലിലേക്ക് പോയേക്കാം എന്ന് ചിന്തിക്കരുത്. നിശ്ചയമായിട്ടും ചിലത് ഫലം പുറപ്പെടുവിക്കും. എല്ലാവരിലും ഒരുപോലെ അല്ല എന്ന് ഇവിടെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ചില വിത്തുകൾ നല്ല ഫലം പുറപ്പെടുവിക്കും. അത് 100 മേനിയായിരിക്കും, ചിലപ്പോൾ 60 മേനിയായിരിക്കും, ചിലപ്പോൾ 30 മേനിയായിരിക്കും. എങ്ങനെയായിരുന്നാലും നമ്മളുടെയൊക്കെ പ്രവർത്തനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സുവിശേഷ പ്രഘോഷണങ്ങൾ കൊണ്ട് ആത്മീയ രംഗത്തുള്ള വ്യത്യസ്തങ്ങളായ, അത് അടുക്കള മുതലുള്ള ചെറിയ ചെറിയ ശുശ്രൂഷകളായിക്കൊള്ളട്ടെ, അവിടെയും ഫലം അവിടെ പുറപ്പെടുവിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയാണ്. അവിടെ നമ്മുടെ ആത്മീയ മേഖലകളിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള സാധ്യതകളോട് നല്ല രീതിയിൽ സഹകരിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും. കൊച്ചുരസ്യ പുണ്യവതി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഓ എൻ്റെ ഈശോയെ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ, അങ്ങ് എന്നെ നോക്കി ഇഷ്ടപ്പെടുന്നത് പോലെയുള്ള ഫലങ്ങൾ എന്നിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ അങ്ങെന്നെ അനുഗ്രഹിക്കണമേ എന്ന് കൊച്ചുരസ്യ പുണ്യവതി പ്രാർത്ഥിച്ചു വെക്കുന്നുണ്ട്. അപ്പം നമുക്കും നമ്മുടെ അനുദിന വ്യക്തി ജീവിതത്തിൻ്റെ പ്രാർത്ഥനകളിൽ നമുക്കും പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. ദൈവമേ, അങ്ങ് എന്നെ നോക്കി ആഗ്രഹിക്കുന്നത് പോലെ, അങ്ങ് എന്നെ നോക്കി ഇഷ്ടപ്പെടുന്നത് പോലെ എനിക്ക് വേണ്ട രീതിയിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. ചുരുക്കം ചില വ്യക്തികളുടെ ഹൃദയങ്ങളിൽ വീഴുന്ന വിത്തുകൾ മാത്രമാണ് ഫലം പുറപ്പെടുവിക്കാതെ പോകുന്നത്. ഞങ്ങളുടെ സ്ഥാപക പിതാവായി ബഹുമാനപ്പെട്ട വർക്കിച്ചൻ പറയുന്ന ഒരു കാര്യമുണ്ട്. വചനമാകുന്ന വിത്ത് സന്ദർഭവും സ്ഥലവും വ്യക്തികളും അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും അത് വിതറുക, അത് വിതയ്ക്കുക. അത് എപ്പോഴെങ്കിലും ദൈവം ആഗ്രഹിക്കുന്ന ആ സമയത്ത് ആ വ്യക്തിയിൽ ആ ഫലം ഉണ്ടാകും. ഇപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഒരു 4 വർഷം മുമ്പ് അല്ലെ 3 വർഷം മുമ്പ് ഒരു കൊച്ചു പ്രാർത്ഥന കൂട്ടായ്മയിൽ നിന്ന് കിട്ടിയ ഒരു വചനമായിരിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ സമയത്ത് നമ്മൾ തിരുവചനം എടുത്തപ്പോൾ നമുക്ക് വായിച്ചപ്പോൾ കിട്ടിയ ഒരു തിരുവചന ഭാഗമായിരിക്കാം. അത് നമ്മുടെ ഉള്ളിൽ കിടക്കും, അത് ആ സമയത്ത് ഫലം പുറപ്പെടുവിക്കുകയാണ്. അപ്പം നമുക്ക് ആ ഫലം യേശുക്രിസ്തു നമ്മളിൽ നിന്ന് ആശിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്ന ഒരു യുവ സഹോദരൻ പങ്കുവച്ച ഒരു സംഭവം ഓർക്കുകയാണ്. ആ സഹോദരൻ പറഞ്ഞു, സിസ്റ്ററെ, ഞാൻ ഒരു യാത്രക്കിടയിലായിരുന്നു. യാത്രക്കിടയിൽ ഒരു യുവ സഹോദരിയുമായിട്ട് പരിചയപ്പെട്ടു. 3 ദിവസത്തെ ട്രെയിൻ യാത്രയായിരുന്നു. പരിചയപ്പെട്ടത് മാത്രമല്ല, ആ പരിചയം ഒരമിതമായ സ്നേഹത്തിലേക്കും അതുപോലെയുള്ള മറ്റ് പ്രവൃത്തികളിലേക്കും തിരിയാനായിട്ടുള്ള സാധ്യതകൾ എൻ്റെ കൺമുൻപിൽ നിറഞ്ഞപ്പോളേ ഞാൻ എൻ്റെ സംസാരത്തിനിടയിൽ, ആ സഹോദരിയുമായിട്ടുള്ള സംസാരത്തിനിടയിൽ പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് ഞാൻ കേട്ട ഒരു വചനം ഓടി വന്നു. സഹോദരൻ പറയാണ്, ഞാൻ കേട്ട ഒരു വചനം എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്നു. ആ വചനത്തിൻ്റെ ശക്തി എന്നിൽ അങ്ങ് നിറയുന്നത് പോലെ തോന്നി. ഞാൻ പിന്നെ ആ സന്ദർഭവും ആ സാഹചര്യങ്ങളും ഒഴിവാക്കി, സിസ്റ്റർ, ഞാൻ പിന്നെ ആ ഒരു ദിവസം ആ ട്രെയിനിൽ യാത്ര ചെയ്തു എന്ന് ആ സഹോദരൻ പറഞ്ഞു. ഓർക്കുക, നമുക്ക് എന്നോ കേട്ട ആ വചനത്തിൻ്റെ ശക്തി പാപകരമായ പ്രവൃത്തിയിലേക്ക് വീഴിക്കാമായിരുന്ന ആ സമയത്ത് ആ മകൻ്റെ ഓർമ്മയിലേക്ക് വരികയും അത് ഹൃദയത്തിലേക്ക് വരികയും ഹൃദയത്തിൽ നിന്ന് നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ ആ സഹോദരനെ ശക്തിപ്പെടുത്തുകയുമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വിതയ്ക്കപ്പെട്ട നമ്മളുടെ ഹൃദയത്തിലുള്ള ഈ വചനം നമ്മളിൽ ഫലം പുറപ്പെടുവിക്കും. ജീവിതത്തിൻ്റെ സാഹചര്യത്തിനൊത്ത് ഫലം പുറപ്പെടുവിക്കും. അപ്പോൾ വിഷമതയാണെങ്കിലും പ്രയാസങ്ങളാണെങ്കിലും കഷ്ടതകളാണെങ്കിലും വിതയ്ക്കപ്പെട്ട ഈ വചനത്തിന് ഫലം പുറപ്പെടുവിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് ഓർക്കണം. ഇന്ന് ഈ തിരുവചനം വിതയ്ക്കുന്ന നല്ല വിതക്കാരാണ് വചനപ്രഘോഷകരൊക്കെ. വചനം പ്രസംഗിക്കുന്നവരൊക്കെ ഈ വിത്ത് വാസ്തവത്തിൽ വിതച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിത്ത് വിതച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ അവരും വിശ്വസിക്കണം,
ഇതാരിലെങ്കിലും എപ്പോഴെങ്കിലും ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് ആ ഫലങ്ങൾ പുറപ്പെടുവിക്കും എന്ന് വിശ്വസിക്കണം. വചനം സ്വീകരിക്കുന്നവർ നേരിടുന്ന ബാഹ്യമായ സമ്മർദ്ദങ്ങൾ, വീട്ടുപ്രശ്നങ്ങളായിരിക്കാം, ജോലി സ്ഥലത്തെ ബുദ്ധിമുട്ടുകളായിരിക്കാം, വിശ്വാസത്തിൻ്റെ പേരിലുള്ള പീഡനങ്ങളായിരിക്കാം. വചനം സ്വീകരിക്കുന്നവരിൽ ഭാഗ്യസമ്മർദ്ദങ്ങൾ ഉണ്ടാകും, അത് ഉറപ്പാണ്. നമുക്കത് മനസ്സിൽ കാത്തു സൂക്ഷിക്കുക തന്നെ വേണം. ഇങ്ങനെയുള്ള സമ്മർദ്ദങ്ങളിലും ഈ വിതയ്ക്കപ്പെട്ട വചനത്തിൻ്റെ സമൃദ്ധി നമുക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് ഈ വചനം നമ്മളിൽ കൂടുതൽ ഫലദായകമാക്കുന്നത്. അപ്പം ഈ വിതയ്ക്കപ്പെട്ട വചനം കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന രണ്ട് തരം വ്യക്തികളെ, മനുഷ്യരെ നമ്മൾ കാണുകയാണ്. ഒരു കൂട്ടർ വചനം പുറപ്പെടുവിക്കുന്നു, ഫലം പുറപ്പെടുവിക്കുന്നു. ഒരു കൂട്ടർ അതിനുവേണ്ടി മനസ്സ് വെക്കുന്നില്ല, സമയം കൊടുക്കുന്നില്ല, താല്പര്യം കാണിക്കുന്നില്ല, അതിനോടൊരു ആഗ്രഹം തോന്നുന്നുമില്ല. അങ്ങനെയുള്ളവരുമുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നാലും വചനം, ദൈവത്തിൻ്റെ വിതയ്ക്കപ്പെട്ട വചനം നമ്മുടെ ഹൃദയങ്ങളിൽ വന്നു നിറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ സമാധാനവും അവൻ തരുന്ന ആ സന്തോഷവും ഹൃദയാനന്ദവും നമ്മുടെ ഉള്ളിൽ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ നല്ല വിത്ത് വിതച്ച യേശുവാകുന്ന ഈ യജമാനനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. നമ്മളിൽ നാം ആകുന്ന ഈ വിത്തിൽ എൻ്റെ യജമാനൻ അർപ്പിച്ച ആ ഒരു വിശ്വാസം, ഈ വിത്ത് ഫലം തരും, വിശ്വസിക്കുകയാണ്. ഫലം തരില്ല എന്ന് വേണമെങ്കിൽ ആശങ്കയോടുകൂടെ വിത്തിനെ മാറ്റിവെക്കാമായിരുന്നു, പക്ഷെ മാറ്റിവെച്ചില്ല. അപ്പോൾ നമുക്ക് ഫലം പുറപ്പെടുവിക്കാനായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കാം. 30 മേനിയോ 60 മേനിയോ 100 മേനിയോ ഫലം പുറപ്പെടുവിക്കുവാൻ വചനത്തിൻ്റെ മുൻപിലേക്ക്, വചനമാകുന്ന ഈ വിത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുവാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് കർത്താവിൻ്റെ ഈ വചനം, കേട്ട ഈ വചനം അവിടുത്തെ കരങ്ങളിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ഈ തിരുവചനത്തിൻ്റെ സമൃദ്ധിയെ ഓർത്ത് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. അവിടുത്തെ വചനം ആത്മാവും ജീവനുമാകയാൽ അങ്ങയുടെ വചനത്തിൻ്റെ സമൃദ്ധി ഞങ്ങളിൽ ജീവൻ നിലനിർത്തുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നല്ല വിതക്കാരനായ ഈശോയെ, അങ്ങയോട് ചേർന്ന് വചനമാകുന്ന വിത്ത് ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വിതറി ദൈവരാജ്യത്തിൽ വളരുവാൻ, ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകുവാൻ ഈ വചനം ശ്രവിച്ച ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് സഹായിക്കുമാറാകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.